80 വർഷത്തോളമായി അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മുയിപ്ര PVLP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അടച്ചുപൂട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇത്രയും ആളുകളുള്ള ഒരു പ്രദേശത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്കൂൾ അടച്ചുപൂട്ടരുതെന്നുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നീണ്ടുപോയത്? ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ വന്നിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1957 മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1957 നമുക്കറിയാം, അന്ന് ആദ്യമായിട്ട് ഒരു LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിൻ്റെ തുടക്കം അവിടെയാണ്. നമുക്ക് അന്ന് എയ്ഡഡ് അധ്യാപകർക്ക് സർക്കാരിൻ്റെ ഭാഗമാക്കി മാറ്റുക, സർക്കാർ അധ്യാപകർക്ക് കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മുടെ അധ്യാപകർക്ക് ലഭ്യമാക്കുക ഉൾപ്പെടെ നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക, തോടന്നൂർ AEO K പ്രേമചന്ദ്രൻ, EP ദാമോദരൻ മാസ്റ്റർ, N ബാലകൃഷ്ണൻ മാസ്റ്റർ, നെല്ലോളി ചന്ദ്രൻ, കോട്ടയിൽ രാധാകൃഷ്ണൻ, OK കുഞ്ഞബ്ദുള്ള, E രാധാകൃഷ്ണൻ, AK വിജയൻ മാസ്റ്റർ, AK ബാബു, KK മുരളീധരൻ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംരക്ഷണ സമിതി ചെയർപേഴ്സൺ വാർഡ് മെമ്പർ MP പ്രസീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമിതി കൺവീനർ ഇല്ലത്ത് ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും PTA പ്രസിഡന്റ് നിഷാന്ത് നന്ദിയും രേഖപ്പെടുത്തി.